പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ എന്ന കൃപയുടെ തലക്കെട്ടിലൂടെയുള്ള ശാലോം TV-യിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഇന്ന് 17-ാം ദിവസത്തിലെത്തി നിൽക്കുന്നു. ക്രിസ്മസ് കാലമാകുമ്പോൾ ഡിസംബറിൻ്റെ മഞ്ഞ് വീഴുന്ന രാത്രികൾക്കിടയിൽ കണ്ണടച്ച് ശാന്തമായിരുന്ന് കേൾക്കാവുന്ന ഒരു പാട്ടാണ് സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ്, ശാന്തരാത്രി വിശുദ്ധരാത്രി. ഈ പാട്ടിൻ്റെ ആദ്യ വരിയിലെ രണ്ടാമത്തെ വാക്ക് ഹോളി നൈറ്റ് പലപ്പോഴും ഒത്തിരിയേറെ നേരം പിടിച്ചിരുത്തിയിട്ടുള്ള ഒരു വാക്കാണ്. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയിലേക്കുള്ള ആ വിശുദ്ധമായ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും വിശുദ്ധമാണോ? ഈ വിചാരത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന, ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെളിപാട് പുസ്തകത്തിലെ 7 കത്തുകൾക്കിടയിലെ രണ്ടാമത്തെ കത്ത് ഇന്ന് നമ്മൾ പൊട്ടിക്കുകയാണ്. അത് സാർദീസിലെ സഭയ്ക്കുള്ള കത്താണ്. ഈ കത്തിൻ്റെ ആദ്യ വചനങ്ങൾ തന്നെ നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. 3-ാം അധ്യായം 2-ാം തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. അടുത്ത വരി, എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഈ വിചാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സാർദീസ് എന്ന പട്ടണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മളൊന്നറിഞ്ഞിരിക്കണം. ഈ പട്ടണം ഗ്രൗണ്ട് ലെവലിൽ നിന്നും 1500 അടി പൊക്കത്തിൽ കീഴ്ക്കാൻ തൂക്കായ ഒരു പാറക്കെട്ടിൻ്റെ മീതെയാണ് സ്ഥാപിതമായിരിക്കുക. BC 6-ാം നൂറ്റാണ്ടായതോടുകൂടി എല്ലാവിധ ആക്രമണങ്ങളെയും അതിജീവിക്കുന്ന ഒരു പട്ടണമായി സാർദീസ് പട്ടണം മാറി. കാരണം ഒരു ശത്രു രാജ്യത്തിനും ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 1500 അടി പൊക്കത്തിൽ നിൽക്കുന്ന ഇവരെ ആക്രമിക്കുക എളുപ്പമായിരുന്നില്ല, അത് അസാധ്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അനുകൂലമായ ഭൂപ്രകൃതിയുടെ പേരിൽ സാർദീസ് പട്ടണം ആത്മവിശ്വാസത്തിലേക്കും അമിത വിശ്വാസത്തിലേക്കും മെല്ലെ മെല്ലെ പ്രവേശിച്ചു. എന്നാൽ ചരിത്രത്തിൽ പിന്നീട് നമ്മൾ വായിക്കുക, BC 546 പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ പടയാളികൾ ഒരു നട്ടപ്പാതിരയ്ക്ക് ഈ കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടിലൂടെ അള്ളിപ്പിടിച്ച് ഈ സാർദീസ് പട്ടണത്തിൻ്റെ മുകളിലെത്തി. അവരവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സാർദീസ് പട്ടണം മുഴുവനും ഉറങ്ങുകയാണ്. കാവൽക്കാരാകട്ടെ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. കാരണം ഇതുവരെയും ഒരു ശത്രുവിനെയും അവർ പ്രതീക്ഷിച്ചിട്ടില്ല, വന്നിട്ടുമില്ല.
അതുകൊണ്ട് തന്നെ ഈ ശത്രു സൈന്യത്തിന് സാർദീസ് പട്ടണത്തെ ആക്രമിച്ച് കീഴടക്കേണ്ട ആവശ്യം വന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ അവരെ തോൽപ്പിക്കാൻ പറ്റി. ഇതുപോലെ തന്നെ BC 195 അന്തിയോക്കസ് മൂന്നാമൻ രാജാവിൻ്റെ പടയാളികൾ വീണ്ടും ഈ പാറക്കെട്ടിലൂടെ പിടിച്ചു കയറി രണ്ടാമതും ഈ പട്ടണത്തെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അന്നും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ സാർദീസ് പട്ടണത്തിലുണ്ടായിരുന്നവർ ഉറങ്ങുകയായിരുന്നു എന്നാണ്. അതായത് 2 വട്ടവും അവർ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ചരിത്രം പറയുക 2 വട്ടവും അവർ ഉറക്കത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ഈ സഭയെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഈ വചനം പറയുന്നത്, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് സമയത്താണ് നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. നമുക്ക് ഈ വചനം മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സാർദീസ് പട്ടണത്തിന് ഈ വചനത്തിൻ്റെ അർത്ഥം പിടുത്തം കിട്ടും. കാരണം അവർ ഉറങ്ങിപ്പോയവരാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഈ കത്ത് നമ്മൾ പൊട്ടിച്ചു വായിക്കുമ്പോൾ ഈ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് ജാഗ്രതയോടെ ഉണർന്നു നിൽക്കുക എന്നുള്ളതാണ്. ജാഗ്രതയോടെ ഉണർന്നു നിൽക്കുക. ഈ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായാൽ എന്ത് സംഭവിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാം തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആ വചനം ശ്രദ്ധിച്ച് കേൾക്കുക. ആ വചനം ഇങ്ങനെയാണ്, എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ ക്രിസ്തുവിന് നിങ്ങളെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. അതായത് ക്രിസ്തുവുമായി നിങ്ങൾക്കൊരു ആത്മബന്ധം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു അടുപ്പം ഇതിനകം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്ത പ്രശ്നം ഇതാണ്. 3-ാം തിരുവചനം പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതിലൊരു വാക്ക് ഇന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, വ്യതിചലനം. ഈ ഒരു വാക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം തിരുവചനത്തിലും നമ്മൾ കണ്ടെത്തും. ആ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം നിങ്ങൾ വ്യതിചലിക്കുന്നത്. അതായത് നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നു, നല്ലവണ്ണം ധ്യാനിക്കുന്നു, നല്ലവണ്ണം വചനം വായിക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, ഭക്തകൃത്യങ്ങളെല്ലാം ചെയ്യുന്നു. ആ വചനം ശ്രദ്ധിക്കണം, ദൈവത്തെ ഇപ്രകാരം ആത്മീയമായിട്ട് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോഴാകാം നിങ്ങൾ വ്യതിചലിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ വ്യതിചലിച്ചു പോകാൻ സാധ്യതയുള്ള 3 മേഖലകളിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. 1 കണ്ണിൻ്റെ ആക്ഷനാണ്. 2 സാമുവേൽ 11-ാം അധ്യായം 2-ാം തിരുവചനം, ദാവീദ് ബത്ശേബ കുളിക്കുന്നത് കണ്ടു എന്നുള്ള ഒറ്റ ആക്ഷൻ മാത്രം നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഉണ്ണിയെ കാണാനായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകം എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു ടീച്ചറിനെ അറിയാം, ഒരു പയ്യനാണ്, കാറ്റഗിസം ടീച്ചറാണ്, അതോടൊപ്പം സ്കൂളിലും അവൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ കൊറോണ വന്ന സമയത്ത് നമുക്കാർക്കും വീട് തുറന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റിയില്ല. ആ സമയം അവൻ തൻ്റെ സ്മാർട്ട് ഫോണും എടുത്തുകൊണ്ട് 2-ാം നിലയുടെ പൊക്കത്തുള്ള അവൻ്റെ ആ മുറിയിലേക്ക് പോയി. അന്ന് രാത്രിയിൽ ആദ്യമായി അവൻ്റെ സ്മാർട്ട് ഫോണിൽ അവനൊരു പോൺ വീഡിയോ, അശ്ലീല വീഡിയോ കണ്ടു. ആദ്യമായിട്ട് കണ്ടതാണ്. അവൻ പെട്ടെന്ന് തന്നെ ഫോൺ താഴെ വെച്ചു. എന്നാൽ 2-ാം രാത്രി ആയപ്പോഴും അവൻ ഫോൺ എടുത്തു, 2ഉം 3ഉം വീഡിയോകൾ കണ്ടു, താഴെ വെച്ചു.
എന്നാൽ ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും രാത്രിയിൽ കണ്ടു തുടങ്ങിയ ഈ അശ്ലീല വീഡിയോസ് പകലാകുവോളം അവനിരുന്ന് കണ്ടു. പിന്നീട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, ഈ അശ്ലീല കാഴ്ചകൾ കണ്ട് കണ്ട് എൻ്റെ ബെഡ്റൂം അശുദ്ധമായച്ച. കഴിഞ്ഞിട്ടില്ല, ഇവനൊരു ടീച്ചറാണ്. അപ്പോൾ ഈ കൊറോണയൊക്കെ പയ്യെ മാറാൻ തുടങ്ങിയപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. അപ്പോൾ അവൻ പിറ്റേന്ന് രാവിലെ ഈ ലാപ്ടോപ്പിൽ ഓൺലൈൻ സ്ക്രീനിൽ കുഞ്ഞുങ്ങളൊക്കെ കയറി വരുമ്പോൾ ഈ പയ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: തലേന്ന് രാത്രിയിൽ ഈ അശ്ലീലത കണ്ട് കണ്ട് കിടന്ന് പിറ്റേന്ന് രാവിലെ ഈ ലാപ്ടോപ്പിൽ ഓൺലൈൻ സ്ക്രീനിൽ വരുന്ന എൻ്റെ കുട്ടികളുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റണില്ലച്ചോ. ഒരു സത്യസന്ധമായ ഹൃദയത്തിൽ നന്മയുള്ള ഒരു പയ്യൻ്റെ വരിയാണിത്. ഇത് ആ ഒരു പയ്യൻ്റെ വരിയുമായിട്ട് മാത്രം നമ്മൾ ചുരുക്കിക്കളയരുത്. നമ്മളെല്ലാവരും, അതിലാർക്കും ഒരു എക്സെപ്ഷൻ ഇല്ല. ഒരു അച്ഛൻ എക്സെപ്ഷൻ ഇല്ല, ഒരു സിസ്റ്ററിന് എക്സെപ്ഷൻ ഇല്ല, ഒരു അപ്പൻ എക്സെപ്ഷൻ ഇല്ല, ഒരു ഭാര്യയ്ക്ക് എക്സെപ്ഷൻ ഇല്ല, ഒരു യുവതിക്ക് എക്സെപ്ഷൻ ഇല്ല. ആർക്കും ഒരു എക്സെപ്ഷൻ ഇല്ല. കാരണം ഈ കണ്ണുകൾ കൊണ്ട് വേണം ഈ പുൽക്കൂട്ടിലെ ഉണ്ണിയെ നമ്മൾ കാണുവാനായിട്ട്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കണം: എൻ്റെ ഉണ്ണീശോയെ, നിന്നെ കാണുവാനായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ടോ സ്മാർട്ട് ഫോണിലൂടെയോ നല്ലതല്ലാത്ത കാഴ്ചകൾ, നല്ലതല്ലാത്ത രംഗങ്ങൾ, നല്ലതല്ലാത്ത സിനിമകൾ ഞാൻ കാണുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ ഞാൻ ഇന്ന് ഒരു തീരുമാനമെടുക്കണം. 2 കേട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ സാംസനും ദലീലയുമാണ്. അതിൽ ദലീല സാംസനോട് പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: സാംസൺ, സാംസൺ, യു ആർ ഓൾവേസ് ടോക്കിംഗ് ടു മീ ദാറ്റ് ഐ ലവ് യു. ബട്ട് ഇഫ് യുവർ ഹാർട്ട് ഈസ് നോട്ട് വിത്ത് മീ, ഹൗ കുഡ് യു സേ ദാറ്റ് യു ലവ് മീ? നീ എപ്പോഴും എന്നോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എങ്ങനെ നിനക്ക് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റും? കാരണം ഇവൻ്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാകട്ടെ 3 വട്ടം ഒഴിഞ്ഞു മാറി. പക്ഷേ അവസാനം അവളുടെ ഈ സ്നേഹത്തിൻ്റെ അലട്ടൽ നിർബന്ധമായപ്പോൾ തൻ്റെ ശക്തിയുടെ രഹസ്യം സാംസൺ അവളോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു വരിയാണ്. ഈ ബെഡ്റൂമിനുള്ളിലേക്ക് അവൾ വിളിച്ചുകൂട്ടിയ സാംസന്റെ ശത്രുക്കളായ ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് ബന്ധിക്കുകയാണ്. അതിൽ സങ്കടത്തിൻ്റെ വരി ഇങ്ങനെയാണ്: സാംസണിൽ നിന്നും ശക്തി ചോർന്നു പോയത് സാംസൺ അറിഞ്ഞില്ല. പ്രിയമുള്ളവർ, നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതിലൂടെ നല്ലതല്ലാത്ത, പ്രത്യേകിച്ച് അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങൾ കേൾക്കുവാനുള്ള, സംസാരം കേൾക്കുവാനുള്ള ഒരാഗ്രഹം എനിക്കുണ്ടോ? പ്രത്യേകിച്ച് ഒരമ്മ രാത്രി വെള്ളം കുടിക്കാൻ എണീറ്റതാണ്. മകളുടെ ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെയാണ് നടന്നു പോകുക. 12 മണി സമയം കഴിഞ്ഞു. അമ്മ ഇങ്ങനെ ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് നിന്നും മകളുടെ അടക്കി പിടിച്ചുള്ള ഫോൺ സംഭാഷണങ്ങളാണ്. ദാഹിച്ച് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ അമ്മയാണ്. ഇവൾ ഈ നട്ടപ്പാതിരയ്ക്ക് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിച്ച് ഈ അമ്മയുടെ ഉറക്കം പോയി. ഈ അമ്മ വെള്ളം കുടിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഈ പാവം അമ്മ എഴുന്നേറ്റ് ഇവൾക്ക് വേണ്ടി പുട്ടും കടലയും ഉണ്ടാക്കി കൊടുത്തു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും ഈ ഇയർഫോൺ ഇങ്ങനെ വെച്ച് അവളിങ്ങനെ ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവളിത് അറിയുന്നില്ല. അവൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ ആ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നുവെങ്കിൽ ഇന്നലെ നഷ്ടമായ അമ്മയുടെ ഉറക്കം, അമ്മയുടെ ദാഹം ഒക്കെ അവൾക്ക് മനസ്സിലായേനെ. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഞാൻ കേൾക്കുന്ന ഈ സംസാരങ്ങളിൽ നല്ലതല്ലാത്ത സംസാരങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുന്ന ഒരു ശീലം എനിക്കുണ്ടെങ്കിൽ ഞാനത് അവസാനിപ്പിക്കണം.
അതുമാത്രമല്ല, നമ്മൾ ടി വി ഓൺ ചെയ്ത് വെച്ച് നിരന്തരമായി വാർത്തകൾ, നിരന്തരമായി പാട്ടുകൾ, നിരന്തരമായി സിനിമകൾ, നിരന്തരമായി സ്പോർട്സുകൾ, അന്തിച്ചർച്ചകൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പുൽക്കൂട്ടിൽ നിന്നും പുറത്തു വരുന്ന ഉണ്ണിയുടെ കരച്ചിൽ കൃത്യമായി നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന ചില സംസാരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട് തൊട്ടു എന്നൊരു ആക്ഷനാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുക, സോളമൻ അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. അടുത്ത വരി ഇങ്ങനെയാണ്, അവർ സോളമൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ചു. പ്രിയമുള്ളവർ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ്. അവർ അവൻ്റെ ഹൃദയത്തെ, ജ്ഞാനിയായ സോളമൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ചു. ഒരു മകള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവൾ ഒരിക്കലും ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് സെൽഫിക്ക് ഇങ്ങനെ പോസ് ചെയ്യില്ല. കാരണം 8-ാം ക്ലാസ്സിൽ അവളുടെ വീട്ടിൽ വെച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അവളുടെ കസിൻ ബ്രദർ അവളുടെ ശരീരത്ത് പ്രൈവറ്റ് പ്ലേസിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ഈ പെങ്കുച്ച് ഷോക്കായിപ്പോയി. ക്യാമറ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇവൾ കൊച്ചയെടുക്കണമെന്നുണ്ട്, ശബ്ദം പുറത്തു വന്നില്ല. അവളിത് ആരോടും പറഞ്ഞിട്ടില്ല. 8-ാം ക്ലാസ് കഴിഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അവളിപ്പോൾ ഡിഗ്രി പഠിക്കുകയാണ്. സ്റ്റിൽ ഷീ ഈസ് നോട്ട് ഫ്രീ ഫ്രം ദിസ് ഷോക്ക്. ഈ സ്പർശത്തിൻ്റെ ഷോക്കിൽ നിന്ന് അവൾ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒത്തിരിയേറെ സ്പർശത്തിൻ്റെ മേഖലകളിൽ നമ്മൾ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഉണ്ണീശോയെ സ്പർശിക്കാനായിട്ട് എൻ്റെ വിരൽത്തുമ്പുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്പർശത്തിൻ്റെ മേഖലകളിൽ എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തിരുത്തുവാനായിട്ടൊരു തീരുമാനമെടുക്കണം. ഈ പറഞ്ഞ 3 ആക്ഷൻസും കണ്ടു, കേട്ടു, തൊട്ടു, ഇതാരെയും ഭാരപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പറയുന്ന കാര്യങ്ങളല്ല. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപികൾ പാപവിമുക്തരാകുവാനും അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നതിനും വേണ്ടി അധർമ്മികളെ അങ്ങ് പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്ത സംഗതികൾ ഏതൊക്കെയെന്ന് ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു. മുന്നറിയിപ്പുകളാണ്. അതാണ് സാർദീസിലെ കത്തിൻ്റെ ഉള്ളടക്കം. മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ്, ഉണർന്നിരിക്കണം. അതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുക, ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് ദൈവത്തിൻ്റെ ദാസരായ നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ, എൻ്റെ കണ്ണിൻ്റെ നോട്ടം, എൻ്റെ കാതുകൾ കൊണ്ട് ഞാൻ കേൾക്കുന്നത്, എൻ്റെ ശരീരം കൊണ്ട് സ്പർശിക്കുന്നത് നല്ലതാണോ എന്നുകൂടി ചിന്തിക്കണം. കാരണം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതാണ് യഥാർത്ഥമായ ആരാധന. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം നിങ്ങളുടെ പാളയം സന്ദർശിക്കുമ്പോൾ ഈ പാളയത്തിൽ വിശുദ്ധമല്ലാത്തതായി എന്തെങ്കിലും കണ്ട് ദൈവം മടങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി മക്കളെ പാളയം വിശുദ്ധമായി സൂക്ഷിക്കണം. ഈ പാളയം എന്നുള്ള വാക്ക് നമ്മളുടെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വായിക്കണം. ദൈവം നിങ്ങളുടെ ബെഡ്റൂം സന്ദർശിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ മൊബൈൽ ഫോൺ സന്ദർശിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ വാട്സാപ്പ് സന്ദർശിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ ഫേസ്ബുക്ക് സന്ദർശിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം സന്ദർശിക്കുമ്പോൾ, ഈ സ്മാർട്ട് ഫോണുകൾക്കിടയിൽ, ബന്ധങ്ങൾക്കിടയിൽ വിശുദ്ധമല്ലാത്ത കാഴ്ചകൾ, വിശുദ്ധമല്ലാത്ത സംസാരങ്ങൾ, വിശുദ്ധമല്ലാത്ത സ്പർശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ വിശുദ്ധമായ രാത്രിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ സൂക്ഷിക്കണം. സാർദീസ് പട്ടണത്തോട് ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരാൾ ശരീരത്തിൻ്റെ വിശുദ്ധി സൂക്ഷിച്ചാൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ വ്യക്തിയെ ഞാൻ വെള്ള വസ്ത്രം ധരിപ്പിക്കും. അതായത് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ അർഹത നൽകും. രണ്ടാമത്തെ കാര്യം, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ പേര് മായ്ച്ചു കളയില്ല, ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതും. അതായത് ദൈവരാജ്യത്തിൽ വിശുദ്ധി പാലിക്കുന്ന വ്യക്തിക്ക് അംഗീകാരം ലഭിക്കും, അംഗത്വം ലഭിക്കും. മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത്, ആ വിശുദ്ധി പാലിക്കുന്ന വ്യക്തിയെ അവിടുത്തെ ദൂതന്മാരുടെയും പിതാവിൻ്റെയും സന്നിധിയിൽ
അവൻ്റെ പേര് ഞാൻ ഏറ്റുപറയും, അവനെ ഞാൻ പരിഗണിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മൾ ഇന്ന് വിശുദ്ധി പാലിക്കാനായിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കഴിവോ നമ്മുടെ കരുത്തോ കൊണ്ട് ഇത് സാധ്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറയുക, 2 കൊരിന്ത്യർ 12-9 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ ബലഹീനതകളെക്കുറിച്ച് ഓർത്ത്, നിന്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് മകനെ നീ ഭയപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, നീ ഒന്നു മാത്രം ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 7-47 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൾ അവനെ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു. നമ്മൾ ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക, കൂടുതൽ സ്നേഹിക്കുക. അതുകൊണ്ടാണ് തിമോത്തിയർക്ക് എഴുതിയ 1 ലേഖനം 1 14 തിരുവചനത്തിൽ നമ്മൾ വായിക്കുക, കർത്താവിലുള്ള വിശ്വാസവും കർത്താവിനോടുള്ള സ്നേഹവും കൊണ്ട് കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് കവിഞ്ഞൊഴുകി. കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ധ്യാന വിചാരങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധിയിൽ ജാഗ്രത പാലിക്കുന്നതിനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അപ്പോൾ ദൈവം വിശുദ്ധിയുടെ വെള്ള വസ്ത്രങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ, എൻ്റെ വീടിനെ, എൻ്റെ പരിസരങ്ങളെ വിശുദ്ധമാക്കും. അപ്പോൾ ആ കേട്ട പാട്ടിലെ 2-ാം വാക്ക്, ആ വിശുദ്ധ രാത്രിയിലേക്ക് വിശുദ്ധമായി പ്രവേശിക്കാൻ നമുക്കും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി, നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണുകളിൽ നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമാകുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റോൾ ചെയ്യുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുക. അതോടൊപ്പം എൻ്റെ സ്മാർട്ട് ഫോണിൽ നല്ലതല്ലാത്ത ചില കോണ്ടാക്റ്റുകൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. കർത്താവിൻ്റെ കൃപ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-10 തിരുവചനം കൂടെ ധ്യാനിക്കുക. വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും. നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം ഇത്ര മോഹനം. സ്വർഗനാഥനിലാഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ.
ഈശോ എഴുന്നള്ളുമീ നിമിഷം ഇത്ര മോഹനം ആത്മാവേ പൂമഴയാ സ്വർഗനാഥനിരാഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പുത്രനായ ക്രിസ്തുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. ഈ ശരീരം കൊണ്ടൊരു ആരാധനയുണ്ട്. ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥമായ ഒരാരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 36-ാം തിരുവചനം: ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശിക്കുമെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് വെളിച്ചം തരുന്നത് പോലെ നിങ്ങളുടെ ശരീരം മുഴുവനും പ്രകാശമാനമാകും. ആരാധനായ ദൈവമേ, ഇന്ന് ഈ ആരാധനയിൽ ഈ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വിശുദ്ധിയിൽ ജാഗ്രതയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും പരിശ്രമിക്കുക. ഇന്നു ഞങ്ങൾ പൊട്ടിച്ചു വായിച്ച സാർദീസിലെ സഭയിൽ നിന്നും ഉയർന്നു കേട്ടതും ഈ ജാഗ്രതയുടെ ഉണരുവിൻ എന്നൊരു സന്ദേശമാണല്ലോ. ഈശോയെ, ഈ വിശുദ്ധിയിൽ ജാഗ്രത പാലിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം തിരുവചനം: അവർ അവരെ അന്ധരാക്കിയിട്ടും അവർ വാതിൽ തപ്പിത്തടഞ്ഞു. ഈ വിശുദ്ധിയുടെ ആരാധനയിൽ ഈ ഭാഗം നിർണായകമാണ്. സ്വവർഗഭോഗം അതിൻ്റെ പാരമ്യത്തിലെത്തിയ നാടായിരുന്നു സോദോം. 2 ദൈവദൂതന്മാർ അതിഥികളായി സോദോമിലെത്തുമ്പോൾ 2 പേർ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്, ലോത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിയുന്ന
ആ ഗ്രാമത്തിലുള്ള ആ ദേശത്തുള്ള ചെറുപ്പക്കാർ മുതൽ വൃദ്ധർ വരെ ആ വീട് വളഞ്ഞു എന്നാണ് വചനം. അവർ ലോത്തിനോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: നിന്റെ വീട്ടിലെത്തിയ അതിഥികളുമായി സുഖഭോഗങ്ങളിലേർപ്പെടാൻ ഞങ്ങളെ അനുവദിക്കുക. അവനതിന് സമ്മതിക്കാതെ നിന്നപ്പോൾ അവനെ പിടിച്ചുമാറ്റി തള്ളി വാതിൽ തുറക്കാൻ അവർ ശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് അതിഥികളായി എത്തിയ ദൈവദൂതന്മാർ ലോത്തിനെ പിടിച്ച് വാതിലിൻ്റെ ഉള്ളിലാക്കി വാതിലടച്ചു. എന്നിട്ട് പുറത്തുള്ള എല്ലാവരെയും അവർ അന്ധരാക്കി. അതിനുശേഷമുള്ള വരിയാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ അന്ധരായിട്ടും വാതിൽ തപ്പിത്തടഞ്ഞു. അതായത് ഈ ശരീരത്തിൻ്റെ കാമനകളിൽ നിന്നും മടങ്ങിപ്പോകാൻ അവർ വിസമ്മതിച്ചു. ഈ സുഖഭോഗങ്ങളിൽ നിന്നും മടങ്ങിപ്പോകാൻ അവർ വിസമ്മതിച്ചു. അതുകൊണ്ട് പിന്നെയും അവർ വാതിൽ തപ്പിത്തടയുകയാണ്. ആരാധനായ ഈശോയെ, ഈ സോദോമിൽ നിന്ന് ലോത്ത് എത്തിയത് സോവാർ എന്ന ദേശത്താണ്. എന്നാൽ തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായും തീർന്നു. വിട്ടുകളയുമ്പോഴുള്ള വികാസവും വിട്ടുകളയാതിരിക്കുമ്പോഴുള്ള വിലാപവുമാണ് പിന്നീട് സോദോമിൽ നിന്ന് ഉയരുന്ന തീയും ഗന്ധകവും നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്കിന്ന് ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ വിട്ടുകളയാൻ മടി കാണിക്കുന്ന ശരീരത്തിൻ്റെ വിശുദ്ധിക്കെതിരായിട്ടുള്ള ഓരോ മേഖലകളെയും മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. എനിക്കൊരു സാധ്യതയുണ്ട് ഇതെല്ലാം വിട്ട് സോവാറിലേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈശോയെ, കണ്ണിൻ്റെ മേഖലയിലും കാതിലൂടെയും ശരീരത്തിലൂടെയും ഒത്തിരിയേറെ വീഴ്ചകൾ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഈശോയെ, അതെത്ര മാത്രമെന്ന് ഓർമ്മിച്ചെടുക്കാൻ പോലും ഞങ്ങൾക്കാവുന്നില്ല. അത്രയേറെ വീഴ്ചകൾ. ഈശോയെ, ഞങ്ങളുടെ കാഴ്ചയിലും ശരീരത്തിലും കേൾവിയിലൂടെയും എല്ലാം വന്ന എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളെ ഇന്ന് എല്ലാവരും അതെല്ലാം ഈശോയിലേക്ക് സമർപ്പിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം തിരുവചനം: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യും. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇന്ന് വരെ, ഇന്നലെ രാത്രി വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ള ശരീരത്തിൻ്റെ വിശുദ്ധി പാലിക്കുന്നതിൽ നിന്നും നമ്മൾ അകന്നു പോയിട്ടുള്ള എല്ലാ നിരവധിയായ പാപങ്ങളെയും ഓർത്ത് അതെല്ലാം വിട്ടുകളയാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ പാപ അവസ്ഥകളും ഈശോയ്ക്ക് ഈ സമയം നമുക്ക് ഏൽപ്പിക്കാം. വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു
പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രത്യേകമായി ഈ ദിവസം നമ്മുടെ കാഴ്ചകളിലൂടെ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ഒന്നോർത്തെടുക്കാം. ഈശോയെ, ഞാൻ മാത്രം തനിച്ചായിരുന്ന എൻ്റെ ബെഡ്റൂമുകളിൽ, ഞാനും ഒരു മൊബൈൽ ഫോണും മാത്രമായി ചെലവഴിച്ച എൻ്റെ സ്വകാര്യതയിൽ എൻ്റെ കണ്ണുകൾ പരതിയിട്ടുള്ള സൈറ്റുകൾ, എൻ്റെ കണ്ണുകൾ കണ്ടുപോയിട്ടുള്ള പോൺ വീഡിയോസ്, എൻ്റെ കണ്ണുകൾ ചലിച്ചിട്ടുള്ള വിശുദ്ധിയില്ലാത്ത ഓരോ ഇടങ്ങളും, അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ വിശുദ്ധമല്ലാതെ ഞാൻ നോക്കിപ്പോയിട്ടുള്ള ഓരോ ദിവസങ്ങളും. ഈശോയെ, കണ്ണാണല്ലോ ശരീരത്തിൻ്റെ വിളക്ക്. ആ വിളക്ക് കെട്ടുപോയിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് എന്നോട് കരുണ തോന്നണമേ എന്ന് ഓരോരുത്തരും ഈ സമയം പ്രാർത്ഥിക്കുക. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, പ്രത്യേകമായി എൻ്റെ കാതിലൂടെ ഞാൻ കേട്ടിട്ടുള്ള അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ, അത് കേൾക്കുവാനായി എനിക്കൊരാഗ്രഹമുണ്ട്. അത് കേട്ടുപോയിട്ടുണ്ട്. ഈശോയെ, ആ സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സമയത്തെ, ആ സെക്കൻഡുകളുടെ രസത്തിനു വേണ്ടിയും സുഖത്തിനു വേണ്ടിയും ഈശോയെ, എൻ്റെ ശരീരം അശുദ്ധമാകുകയാണെന്ന് പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഈശോയെ, ഞാൻ കേട്ടുപോയിട്ടുള്ള, ഞാൻ ഇടപഴകിപ്പോയിട്ടുള്ള എല്ലാ അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങളെയും സംഭാഷണങ്ങളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ആരാധനയിലൂടെ ഇനി അങ്ങനെയൊന്നും കേൾക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല, എൻ്റെ കാതുകളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊരു പ്രാർത്ഥനയോടെ അങ്ങനെയുള്ള നിമിഷങ്ങൾ ഓർത്ത് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, പ്രത്യേകമായി എൻ്റെ ശരീരം മറ്റുള്ളവരുടെ തെറ്റായ സ്പർശനം മൂലവും മറ്റുള്ളവരെ തെറ്റായി സ്പർശിച്ചതുമൂലവും എൻ്റെ ശരീരത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും ഓർക്കുന്നു. എൻ്റെ തഴക്കദോഷങ്ങൾ ഈശോയെ എല്ലാം ഓർക്കുന്നു. സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, എല്ലാത്തിലൂടെയും എൻ്റെ ശരീരം അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ, എനിക്ക് വിശുദ്ധമായ ഒരു ശരീരം തരണമേ. ഉണ്ണീശോയുടെ ശരീരം തൊടുവാനായി എൻ്റെ ശരീരത്തെ വിശുദ്ധമാക്കണമേ. വിശുദ്ധിക്കെതിരെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്തുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം
18 തിരുവചനം. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഈശോയുടെ ജനനത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വംശാവലിയിൽ ഇടറിപ്പോയ സ്ത്രീകളുടെ പേരുകളുണ്ട്. താമാർ, റാഹാബ്, ബത്ശബ. ഈശോയെ, അവരുടെ എല്ലാവരുടെയും ഇടർച്ചകളുടെ കഥകൾക്ക് ശേഷമാണ് ഈശോയുടെ ജനനം. അതായത് ഇതുവരെ ഇടറിപ്പോയവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ ക്രിസ്മസ്, ഈ ജനനം. അവന് ഈശോ എന്ന പേരിടണം. കാരണം അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈശോയെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും, അസ്ഥികളെയും, കണ്ണുകളെയും, കാതുകളെയും, ഹൃദയത്തെയും, പഞ്ചേന്ദ്രിയങ്ങളെയും, ആന്തരേന്ദ്രിയങ്ങളെയും ഈശോയെ മുഴുവനായി ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ ജാഗ്രതയുള്ളവരായി ഞങ്ങളെ മാറ്റണമേ. ഒഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. വിശുദ്ധമായ ആ ക്രിസ്മസ് രാത്രിയിലേക്ക് വിശുദ്ധിയുള്ള ഒരു ശരീരത്തോടെ പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയുടെ സമാപന ആശീർവാദം നമുക്ക് ഈ സമയം സ്വീകരിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ